بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم افتح علينا فتوح العارفين بحكمتك وانشر علينا رحمتك وذكرنا ما نسيناه يا ذا الجلال والإكرام. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരിയുടെ ജീവചരിത്രവും ഇമാം ബുഖാരിയുടെ ജീവിത വിശുദ്ധിയുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മെലിഞ്ഞ ശരീരക്കാരനായിരുന്നു. ലൈസ ബിത്വീലി വലാ ബിൽ കസീർ, ദീർഘമുള്ള ആളോ എന്നാൽ കുള്ളനോ അല്ലാത്ത ഇടത്തരം വലിപ്പമുള്ള ആളായിരുന്നു. മെലിഞ്ഞ ശരീരമുള്ള നഹീഫൽ ജിസ്മി കാന സാഹിദൻ ഫിദ്ദുനിയാ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ദുന്യാവിൽ സാഹിദീങ്ങളിൽപ്പെട്ടവരായിരുന്നു. ദുന്യാവുമായുള്ള അഭേദ്യമായ ബന്ധം വിച്ഛേദിച്ചവരായിരുന്നു. എന്നാൽ ധാരാളം സമ്പന്നനായിരുന്നു. വരിസ മിൻ അബീഹി മാലൻ കസീറാ, അവരുടെ പിതാവിൻ്റെ വക്കൽ നിന്ന് ധാരാളം മുതൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിട്ടിയിട്ടുണ്ട്. മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ പിതാവ് മരണ സമയത്ത് ഇസ്മായിൽ എന്നവർ മരണസമയത്ത് പറഞ്ഞു, ലാ അഅലമു മിൻ മാലി ദിർഹമൻ മിൻ ഹറാമിൻ വലാ ദിർഹമൻ മിൻ ശുബ്ഹാ. എൻ്റെ ഈ വിശാലമായ സമ്പത്തിൽ ഹറാമായ മുതലോ ശുബ്ഹത്തിൻ്റെ മുതലോ ഒന്നും തന്നെ എനിക്കറിയുകയില്ല. ഇത് വളരെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണത്. മക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ അല്ലെങ്കിൽ മഹത്തുക്കൾ സ്വാലിഹീങ്ങൾ അവരാവണമെങ്കിൽ അവർക്ക് നൽകുന്ന ഭക്ഷണം അത് ഹലാലായി വരണം. വാപ്പമാർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ലോകത്ത് ഏത് മക്കൾ ഏതൊരാൾ ഉയർന്നിട്ടുണ്ടോ ആ ഉയരലിലേക്കുള്ള പ്രധാന കാരണം അവർ ഭക്ഷിച്ച ഹലാലായ സമ്പത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളായ നേതാക്കളെ തിരഞ്ഞെടുക്കും. ഇമാം ബുഖാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തൊരു മഹാനാണ്. ഖുറാസാനിലെ ബുഖാറയിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ, സ്വാലിഹായ ഉമ്മ, അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദിജ്തമഅ പറ്റി പറഞ്ഞില്ലേ. അങ്ങനെ പിതാവും ഉമ്മയും രണ്ട് കൂട്ടരും സ്വാലിഹീങ്ങളാകുമ്പോഴാണ് അതിലുണ്ടാകുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുക. ബഹുമാതിലുണ്ടായ മകനായ ഇമാം ബുഖാരിക്ക് മക്കളൊന്നുമില്ല. അവർ ദുന്യാവിൽ വലിയ സാഹിദ. വരിസ മിൻ അബീഹി മാലൻ കസീറാ, പിതാവിൻ്റെ ഭാഗത്തിൽ നിന്ന് ധാരാളം സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്. ആ കിട്ടിയ മുതലുകളെ കൊണ്ട് ധാരാളം സ്വതക്ക ചെയ്യും. ഇമാം ബുഖാരി പറയുന്നുണ്ട്,
ഓരോരോ മാസവും എനിക്കുണ്ടായിരുന്ന വരുമാനം ഫത്തുൽ ബാരി കാണാം. കുന്തു അസ്തഗില്ലു ഫീ കുല്ലി ശഹ്രിൻ 500 ദിർഹം ഫഉൻഫിഖുഹാ ഫിത്വലബ്. ഞാൻ ഓരോരോ മാസത്തിലും എനിക്ക് വരുമാനമായി ലഭിക്കും 500 ദിർഹം. 500 ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോ വെള്ളി. 1.5 കിലോ വെള്ളി അക്കാലത്ത് എനിക്ക് വരുമാനമായി ലഭിക്കുമായിരുന്നു എല്ലാ മാസവും. ഞാൻ അതിനെ ഈ ഹദീസിനെ തേടുന്നതിൽ ചെലവഴിക്കും, എൻ്റെ സ്വന്തം അന്വേഷിച്ചുള്ള യാത്രകളിൽ. അതുപോലെ മുതഅല്ലിമീങ്ങൾ എൻ്റെ അടുക്ക് അന്വേഷിക്കാൻ വരുന്നവർ, പഠിക്കാൻ വരുന്നവർ, അവർക്കുമായി ഞാൻ ചെലവഴിക്കും എന്ന് ഇമാം ബുഖാരി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇമാം ബുഖാരി സ്വയം ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ, പ്രത്യേകിച്ചും ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കൽ വളരെ കുറവായിരുന്നു. വകാന ഖലീലൽ അഖ്ലി ജിദ്ദൻ. തീറ്റ വളരെ കുറവായിരുന്നു. ധർമ്മത്തിൽ വളരെ അധികം മുൻപന്തിയിലുമായിരുന്നു. കാന യുക്നിയു കുല്ല യൗമിൻ ബിലൗസതൈനി ഔ തലാസ്. ഓരോരോ ദിവസവും ഇമാം ബുഖാരി ആകെ ഭക്ഷിക്കല് 2 ബദം, 2 മണിബദം, അല്ലെങ്കിൽ 3 എണ്ണം. ഇതിലേറെ ഭക്ഷിക്കലില്ലായിരുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ചരിത്രത്തിലും കാണാം. അന്ന് ഇമാം നവവി കൈറോയിൽ ജീവിക്കുന്ന കാലത്ത്, മിസ്രിൽ ജീവിക്കുന്ന കാലത്ത് നവയിൽ നിന്ന് അവരുടെ പിതാവ് കൃഷി ചെയ്ത് കൊടുത്തയക്കുന്നത് മാത്രമേ കൈക്കൊള്ളുമായിരുന്നു. അത് തന്നെ മഗ്രിബിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണവും, അത്താഴ സമയത്ത് ഒരു പാനീയവും. അതുപോലെ ഇമാം ബുഖാരിയുടെയും ഭക്ഷണം അത് തന്നെയാണ്. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം 2-3 മണി ബദം എന്നല്ല. നെഡ്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ കിലോ കണക്കിനല്ല, അതങ്ങനെ കുറച്ച് തിന്നലല്ല. ആകെ 2-3 മാത്രം ഭക്ഷിക്കും. വളരെയധികം വിശാലമുള്ള സമ്പത്തുള്ളവരാണ്. നല്ലോ സദഖ ചെയ്യും. സ്വയം ആവശ്യത്തിലേക്ക് ഭക്ഷണം ചില ദിവസങ്ങളിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹിനെ പറ്റി പറയുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇല്ലാത്തതിൻ്റെ അടയാളമല്ല, അത് ധർമ്മത്തിൻ്റെ വിശാലതയുടെയും ധാരാളം കൊടുത്തതിൻ്റെ പേരിലുമാണ് അധിക ദിവസവും ഇമാം ബുഖാരി പട്ടിയെടുക്കുന്നത്. ഇമാം കിർമാനി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫത്തുൽ ബാരിയിൽ കാണാം, ലാമിയയിലുമുണ്ടിത്. ഒരു ദിവസം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സമ്പത്തുകൾ സ്വയം കൃഷി ചെയ്യലോ സ്വയം കച്ചവടം ചെയ്യലോ അല്ല, മറ്റുള്ളവർക്ക് ലാഭക്കൂറ് കച്ചവടമാണ് ചെയ്യല്. അവർക്ക് മുതലിറക്കി കൊടുക്കും. എന്നിട്ട് ലാഭത്തിൻ്റെ വിഹിതം ഇമാം ബുഖാരിക്ക് വീതിച്ചു കൊടുക്കും നിശ്ചയിക്കുന്നത് പ്രകാരം. ഒരു ദിവസം ഒരാൾക്ക് ഇമാം ബുഖാരി 25,000 ദിർഹം കടം കൊടുക്കുകയാണ്. 25,000 ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 77.5 കിലോയിൽ കൂടുതൽ, 75,000 ഗ്രാം, 75,000 വെള്ളി കടം കൊടുക്കുകയാണ്. ഫഖീല ലഹു, അപ്പം ബുഖാരിയോട് പറയപ്പെട്ടു, ഇസ്തഇം ബികുത്താബിൽ വാലി. 25,000 കിലോ വെള്ളി വാടക കൊടുക്കുകയാണ്. ഗ്രാം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ പറയൂ, നിങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ച് ഈ പണം കടം കൊടുക്കണം. ഇത് വലിയ സംഖ്യയാണ്. അപ്പോൾ ഇമാം ബുഖാരി പറയുന്ന മറുപടി ഉണ്ട്, ഞാൻ ഗവൺമെൻറ്റുമായി പോയി അതിലുള്ള ആളുകളുമായി ഉദ്യോഗസ്ഥരുമായി ഇടപെട്ടു, അവരെ കൊണ്ട് എഴുതിച്ചാൽ
എൻ്റെ ഈ സമ്പത്ത് കാണുമ്പം അവർക്ക് എൻ്റെ സമ്പത്തിലേക്ക് ആഗ്രഹം വരും. അങ്ങനെ ഞാൻ കൈക്കൂലിയായി കൊടുക്കേണ്ടി വരും. എൻ്റെ ദീനിനെ ദുനിയാവിന് പകരം വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും വലിയ സംഖ്യ കടം കൊടുക്കുകയും എനിക്ക് ഓരോരോ മാസം 40 ദിർഹം തന്നാൽ മതി കടം വീടാൻ വേണ്ടി. നീ കച്ചവടം ചെയ്തോ, എൻ്റെ മുതലിലേക്ക് 40 ദിർഹം അടച്ചു തീർത്താൽ മതി. ചരിത്രകാരന്മാർ പറയുന്നു, വത്തുൽ ബാരി അടക്കം മുഖദ്ദിമ പറയുന്ന സംഭവമാണ്. ആ മുതൽ മുഴുവനും നഷ്ടപ്പെട്ടു പോയി, ഒന്നും ഉപകാരത്തിന് കിട്ടിയില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിലേക്ക് അബൂ ഹഫ്സ് എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് കടം കൊടുത്ത, അദ്ദേഹത്തിന് കച്ചവടം ചെയ്യാൻ കൊടുത്ത പൈസകൾ, ആ പണം തിരിച്ചേൽപ്പിച്ചു. വലിയ പണമല്ല, ചരക്കുകളായിരുന്നു. വലിയ ചരക്കുകൾ ഏൽപ്പിച്ചു കൊടുത്തു. അബൂ ഹഫ്സിനെയാണ് ഇമാം ബുഖാരി പറയുന്നത്, ഞാൻ ഒരു സാധനവും ഞാൻ നേരിട്ട് വാങ്ങിയിട്ടില്ല. കാരണം ആ വാങ്ങലിനാൽ ഏറിയാലോ കുറഞ്ഞാലോ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അതിൻ്റെ പ്രയാസം എന്നോട് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി തൂക്കത്തിൽ കൂടിയാലും കുറഞ്ഞാലും എന്തെങ്കിലും വേണ്ടാത്ത വിൽക്കാൻ പറ്റാത്ത സാധനങ്ങൾ പെട്ടുപോയാലും ഉത്തരവാദി ഞാനാവണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്ത് വാങ്ങണമെങ്കിലും കൊടുക്കണമെങ്കിലും ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ്. അങ്ങനെയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുക്കലേക്ക് അബൂ ഹഫ്സ് എന്ന അവിടുത്തെ പ്രമുഖർ ഒരു വലിയ ചരക്കുകൾ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കച്ചവടക്കാർ വാങ്ങാൻ വേണ്ടി ഇമാം ബുഖാരി അടുക്കൽ വൈകുന്നേരം വന്നു. ഇമാം ബുഖാരിയോട് അവരാവശ്യപ്പെട്ടത് ആ ബുഖാരി വാങ്ങിച്ചതിനേക്കാളും 5000 ദിർഹം കൂടുതലായും കൊണ്ട് 5000 ദിർഹം ലാഭത്തിൽ ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു. ഇമാം ബുഖാരി പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വിട്ടു. പിന്നീട് മറ്റൊരു കൂട്ടർ കച്ചവടക്കാർ വന്നു. അവർ വന്നിട്ട് ഇമാം ബുഖാരിയോട് ഈ ചരക്കിനെ ചോദിച്ചത് വാങ്ങിയ വിലനേക്കാളും 10,000 ദിർഹം കൂടുതലായിട്ട്. ആദ്യത്തെ വിഭാഗം പറഞ്ഞത് 5000 ആണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം 10,000 കൂടുതൽ പറഞ്ഞു. അവരെയും ഇമാം ബുഖാരി മടക്കി വിട്ടു. ഇമാം ബുഖാരി പറഞ്ഞു, ഇന്നി നവൈതുൽ ബാരിഹത അൻ അദ്ഫഅഹ ഇലൽ അവ്വലീൻ. ഞാനത് ഇന്നലെ രാത്രി ആദ്യത്തെ ആളുകൾക്ക് തന്നെ കൊടുക്കാം. ആദ്യം വന്ന വിഭാഗം 5000 ലാഭത്തിന് പറഞ്ഞതല്ലേ, അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കും. എൻ്റെ നിയ്യത്ത് അത് ഞാൻ വടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ ഉഹിബ്ബു അൻ അൻഖള നിയ്യതി. എൻ്റെ നീയത്തിനെ ദുർബലപ്പെടുത്താൻ, എൻ്റെ തീരുമാനത്തെ ഞാൻ നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദുന്യാവല്ല, അങ്ങനെ മതി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വേലക്കാരത്തിയായ ഒരു സ്ത്രീ ഇമാം ബുഖാരിയുടെ മജ്ലിസിലേക്ക് കയറി വന്നു. കയറി വരുമ്പോൾ ആ സ്ത്രീ ഇമാം ബുഖാരിയുടെ മഷിക്കുപ്പി തടഞ്ഞു വീണു, വെഴുതി വീണു. ഇമാം ബുഖാരി ചോദിച്ചു, എന്തൊരു നടത്തമാണ് ഈ നടക്കുന്നത്? കൈഫ തംശീൻ. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഒരു വഴിയും ഒഴിവാക്കാതിരുന്നാൽ പിന്നെങ്ങനെ നടക്കുക? എല്ലായിടത്തും മസിക്കുപ്പി, അല്ലെങ്കിൽ കിതാബ്, അല്ലെങ്കിൽ പുസ്തകം, അങ്ങനല്ലേ തടഞ്ഞു വീണത്? ഒന്ന് അങ്ങോട്ടോട്ട് മാറ്റിയെടുത്ത് വെച്ചൂടെ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കയ്യിനെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത് ഹബീ, ഷാർത്താക്കി പറയാണ്, ഇത് ഹബീ, പോ. ഫഖദ് അഅതഖ്തുകി, ഞാൻ നിന്നെ മോചിപ്പിച്ചു. അപ്പോൾ അവിടെ ചോദിക്കപ്പെട്ട ചോദ്യം എന്താ? ഓള് തടഞ്ഞു വീടും മഷിക്കുപ്പി നഷ്ടപ്പെടുത്തി മജ്ലിസ് കേടിരുത്തി, അതോടുകൂടെ ഇങ്ങനെയൊക്കെ ശ്രദ്ധ ഇല്ലാതെ നടന്നാലോ എന്ന് ചോദിച്ചതിന് പറഞ്ഞ മറുപടി എന്താ? നടക്കാൻ സ്ഥലം വേണ്ട വേറെ. അപ്പം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനുള്ളൊരു വാക്ക് ആ സ്ത്രീ പറഞ്ഞപ്പോൾ നിങ്ങൾ അവളെ എന്തുകൊണ്ട് തള്ളിവിട്ടു? പറഞ്ഞ മറുപടി ഇതാ,
മഹാന്മാരായ ഔലിയാക്കൾ അലി ബിൻ അബീ ത്വാലിബ് എല്ലാം പലപ്പോഴും പറഞ്ഞ പ്രയോഗമുണ്ട്, ഞാൻ ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടി മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ. എൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ അത് എനിക്കുള്ള ദേശത്തിന് വേണ്ടിയായി, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇപ്പോൾ കൊല്ലാതിരുന്നത് എന്ന് അംർ ഇബ്നു ഉദ്ദിനെ സംബന്ധിച്ച് അലി അബീ ത്വാലിബ് പറഞ്ഞതുപോലെയാണ് ഇമാം ബുഖാരി പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവൾ ചെയ്ത ഒന്ന് കൊണ്ട് എൻ്റെ നഫ്സിനിക്ക് ദേഷ്യം വന്നത് കൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനെ ഒതുക്കാൻ വേണ്ടി ചെയ്ത പണിയാണത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ അമ്പെയ്ത്ത് വിദഗ്ധനാണ്. ഇമാം ബുഖാരി അമ്പെയ്ത്തിൽ മത്സരത്തിൽ പങ്കെടുത്താൽ ഒരിക്കൽ പോലും തോറ്റിട്ടില്ല. അവരുടെ ഒപ്പം നടക്കുന്ന അവരുടെ സെക്രട്ടറി വറാഖ് അവർ പറയാണ്, ആകെ എൻ്റെ ജീവിതത്തിൽ ഇമാം ബുഖാരിക്ക് അമ്പെയ്ത്ത് പേച്ചത് 2 തവണ മാത്രമാണ്. ബാക്കി ഇമാം ബുഖാരി പങ്കെടുക്കുന്ന മത്സരമുണ്ടോ ആ മത്സരത്തിലെല്ലാം ഇമാം ബുഖാരിയാണ് വിജയിക്കൽ. വലാ യുസ്ബഖു, ഇമാം ബുഖാരിനേക്കാൾ മറ്റൊരാൾ വിജയിക്കൂല. ഒരു ദിവസം ഞങ്ങൾ എറിയാൻ വേണ്ടി പോയി, മത്സരത്തിന് വേണ്ടി പോയി. അതിൽ കടപ്പുറത്ത് വെച്ചിട്ടാണ്, കടൽ പുഴ വക്കിൽ വെച്ചിട്ടാണ്. അവിടെ വിശാലമായ സ്ഥലമുണ്ട്. അവിടെ വെച്ച് അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, അമ്പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ തൂണിനിക്കാണ് ഇമാം ബുഖാരിയുടെ ഏറുകൊണ്ടത്. അത് കാരണം ആ തൂണിൽ നിന്ന് അല്പം വസ്തു, അതിൽ എന്തുകൊണ്ടുള്ള തൂണാണെങ്കിൽ ആ തൂണിൽ നിന്ന് അല്പം പൊട്ടുകയും അത് വീഴുകയും അമ്പ് തൂണിൽ തറക്കുകയും ചെയ്തു. ഈ ഒരു പിഴവാണ് ഇമാം ബുഖാരിയുടെ വക്കലിൽ നിന്ന് ആകെ ഞാൻ കണ്ടത്. ആ പിഴവ് സംഭവിച്ചോടുകൂടെ തന്നെ ഇമാം ബുഖാരി വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനെ ആ തൂണിൽ നിന്ന് ആ അമ്പ് പറിച്ചെടുക്കുകയും അവിടെ വെച്ച് ഏറി നിർത്തുകയും ഒപ്പുള്ള ആളുകളെല്ലാം പറഞ്ഞു, തിരിച്ചു പോയിക്കോളി. അങ്ങനെ എല്ലാവരും തിരിച്ചു വിട്ടു. കൂടെ ഉണ്ടായിരുന്ന അബൂ ജഅഫർ എന്ന് പറയുന്ന അവരുടെ സെക്രട്ടറി, ഇമാം ബുഖാരിയുടെ സെക്രട്ടറി വറാഖ്, അവരോട് പറഞ്ഞു, എനിക്കൊരാവശ്യമുണ്ട് നിന്നിലേക്ക്. വളരെ ബേജാറായി ശ്വാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു വലിയ അനർത്ഥം സംഭവിച്ചതുപോലെ വല്ലാത്ത ബേജാറായി, ശരീരം ഒന്നായിട്ട് വിയർത്ത്. വറാഖ് സെക്രട്ടറി പറഞ്ഞു, അതെ എന്താവശ്യമുണ്ടോ പറഞ്ഞോളി. അങ്ങനെ നീ എന്ത് ചെയ്യണം? ഈ പാലത്തിൻ്റെ ഉടമയിലേക്ക് പോവണം. പാലത്തിൻ്റെ തൂണിക്കാണ് തകരാറ് പറ്റിയിട്ടുള്ളത്. എന്നിട്ട് അയാളോട് പറയണം, ഞങ്ങളിങ്ങനെ അമ്പ് ചെയ്തപ്പോൾ അതിൻ്റെ തൂണിക്ക് ചെറിയ തകരാറ് പറ്റിയിട്ടുണ്ട്. അത് ഒന്നിരിക്കൽ അതിൻ്റെ ആ തൂണ് മാറ്റി പുതിയ തൂണ് വെക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് വന്ന നഷ്ടം ഞങ്ങളെ വക്കൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കാനോ തയ്യാറാണം. ഞങ്ങളെ വക്കൽ നിന്ന് വന്നു പോയ ഈ ഒരു പ്രശ്നത്തിനിക്ക് നിങ്ങൾ ഹലാലാക്കി തരണം, ഞങ്ങൾക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. ആ പാലത്തിൻ്റെ ഉടമ ഹമീദ് ബിനുൽ അഖ്ളർ എന്ന് പറയുന്ന മഹാനാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ഈ വിവരം പോയി സെക്രട്ടറി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹമീദ് ബിനുൽ അഖ്ളർ എന്നവർ പറയാണ്, നിങ്ങൾ അബൂ അബ്ദില്ല, ഇമാം ബുഖാരിയുടെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരാണല്ലോ, അബൂ അബ്ദുല്ലാഹിലേക്ക് നിങ്ങൾ പോയിട്ട് എൻ്റെ സലാം പറയണം. അവരോട് നിങ്ങൾ പറയണം, നിങ്ങളെ വക്കൽ നിന്ന് എന്ത് സംഭവിച്ചാലും സംഭവിച്ചത് മുഴുവനത്തെ തൊട്ടും ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. മാത്രവുമല്ല, ഫഇന്ന ജമീഅ മുൽക്കി ലകൽ ഫിദാ, എൻ്റെ മുതൽ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും. എൻ്റെ മുതൽ മുഴുവനും നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നു.
അങ്ങനെ ഈ വിവരം ഇമാം ബുഖാരിയുടെ അടുക്കൽ വന്ന് അബൂ ജഅഫർ എന്ന സെക്രട്ടറി വന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരിയുടെ ആ ബേജാറെല്ലാം തീരുകയും മുഖം പ്രകാശപൂരിതമാവുകയും വല്ലാത്ത സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അന്ന് ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്ന വിദേശികളായ ആളുകൾക്ക് 500 ഹദീസ് സനദടക്കം പറഞ്ഞു കൊടുത്തു. മാത്രവുമല്ല 300 ദിർഹം സദഖയും ചെയ്തു അന്ന്. ഇതാണ് ഇമാം ബുഖാരി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട് അവരുടെ ജീവിതത്തിൽ. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അത് അവരൊക്കെ തന്നെയാണ്. സൂക്ഷ്മത ഇല്ലാത്തവർക്ക് ഉയരാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സ്വഭാവം ഒന്നേ ആ തരുണത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരാളുടെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിമുട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തേക്ക് കേടുവരുത്തിപ്പോയാൽ, അത് മുണ്ടാതെ അടങ്ങാതെ ആളറിയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് തിരിച്ചു പോകുന്ന നാം ഒന്ന് വല്ലാതെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പാലത്തിൻ്റെ തൂണിനിക്ക് അമ്പ് പയച്ചിയെത്തി തട്ടിയതിൻ്റെ പേരിൽ വേജാറായി വിഷമിച്ച് അതിൻ്റെ ഉടമയെ കണ്ടെത്തി പൊരുത്തപ്പെടിക്കുന്നത് വരെ വേജാറിലായ മഹാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞതോടുകൂടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ഏറ്റവും സൽക്കർമ്മമായ 500 ഹദീസ് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുകയും 300 ദിർഹം, ഏകദേശം 1 കിലോന്റെ അടുത്ത് സ്വർണം, വെള്ളി ധർമ്മം ചെയ്യുകയും ചെയ്തു. ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേകതയാണ്, മഹാനവർകൾ ഒരാളെപ്പോലും ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി പറയുന്ന പ്രയോഗമുണ്ട്, മക്തബ്തു അഹദൻ ഖത്തു മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഗീബത്ത് പറയൽ ഹറാമാണെന്ന് അറിഞ്ഞോടെ മുതൽ ഞാൻ ഒരാളെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി പറഞ്ഞു, ഇന്നി ലഅർജു അൻ അൽഖല്ലാഹ വലാ യുഹാസിബുനി ഇല്ലി അന്നി അക്തബ്തു അഹദാ. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുത്തേക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരാളെ ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നോട് ചോദ്യം ചെയ്യാതിരിക്കലിന് അള്ളാഹിനെ കണ്ടുമുട്ടലിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇമാം ബുഖാരിയുടെ പ്രത്യേക ഉള്ള സ്വഭാവം, മുഹദ്ദിസീങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവികൾ, ഹദീസ് ഉദ്ധരിക്കുന്നവർ പല തരക്കാരുണ്ടാകും. സ്വഹിയായ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യരായ ആളുകളുണ്ടാകും, ആ യോഗ്യത ഇല്ലാത്ത ആളുകളുണ്ടാകും. എന്നാൽ അവരെ സംബന്ധിച്ച് സാധാരണഗതിയിൽ മുഹദ്ദിസീങ്ങൾ കള്ളനാണ്, പെരുങ്കള്ളനാണ് പോലെയുള്ള വാക്കുകളിൽ അയാൾ ഹദീസ് പറയാൻ പറ്റൂല. അയാൾ ഇന്നാലിൻ്റെ സമയത്ത് ഇന്നാലിനെ തെറ്റ് ചെയ്തോനാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും വേണ്ടാത്തരങ്ങൾ പറയുമ്പോൾ അവരുടെ പോരായ്മ പറയൽ നിർബന്ധവുമാണ്. പക്ഷെ ഇമാം ബുഖാരി അങ്ങനെ ഒരാളെയും പറഞ്ഞിട്ടില്ല. വളരെ ചിന്തിച്ച് മാത്രമേ പറയുള്ളൂ. ഇമാം ബുഖാരി ഇത് പറഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് നാളെ ആഖിറത്തിൽ എതിരാളിയായി, ഞാൻ ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ എതിരാളിയായി ഒരാൾ പോലും ഉണ്ടാവലിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇമാം ബുഖാരി പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എത്ര റാവികളെ സംബന്ധിച്ച് അയാൾ അതിന് പറ്റൂല, അയാൾ തെറ്റ് ചെയ്തവരാണ് എന്നെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പം ഇമാം ബുഖാരി പറഞ്ഞ വാക്കെന്താ? ഞാൻ ഒരാളെ സംബന്ധിച്ചും എൻ്റെ വകയായി ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ടുള്ള മഹത്തുക്കൾ ഓരോരുത്തരെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഉദ്ധരിക്കുന്നതിന് കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ഉള്ളിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറഞ്ഞു, ബിസ അഖുൽ അശീറ, ഈ വന്ന ഇന്നാലിൻ്റെ കുടുംബക്കാരൻ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലൊരു പറച്ചിൽ ഞാൻ ഉദ്ധരിച്ചിട്ടേ ഉള്ളൂ. അതല്ലാതെ ഞാൻ ഉദ്ധരിക്കുകയല്ലാതെ എൻ്റെ സ്വന്തം വകയായിട്ട് ഞാൻ ഒരാളെ സംബന്ധിച്ചും പെരുങ്കള്ളനാണെന്നോ അതുപോലെയുള്ള വാക്കുകളോ പറയില്ല. ഫതുൽ ബാരിയിൽ പ്രത്യേകമായി പറയുന്നു, ഇമാം ബുഖാരി സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് സക്കത്തു അൻഹു ഫീഹി നളറുൻ വതറകൂഹു വനഹ്വി ഹാദാ. അധിക റാവികളെ സംബന്ധിച്ചും പറയല്, അയാളെ സംബന്ധിച്ച് വലിയ വലിയ മഹാന്മാർ അദ്ദേഹത്തിൻ്റെ ഹദീസ് പിടിക്കൽ തൊട്ട് മുണ്ടാന്നിട്ടുണ്ട്. എങ്കിൽ അയാളെപ്പറ്റി ഒരു പഠനം നടത്തേണ്ടതുണ്ട്. അയാളെ മഹാന്മാർ അംഗീകരിച്ചിട്ടില്ല. ഇതുപോലെയുള്ള പ്രയോഗങ്ങളെ ഇമാം ബുഖാരി ഉപയോഗിക്കുള്ളൂ. ഒരു ദിവസം ഇമാം ബുഖാരി അവരുടെ പ്രധാന ശിഷ്യനായ അബൂ മഅ്ശറുൽ ലരീർ എന്ന് പറയുന്ന മനുഷ്യൻ അബൂ മഅ്ശറുൽ ലരീറിനോട് പറയാണ്, ഇജ്അൽനീ ഫീ ഹില്ലിൻ, നീ എന്നെ ഹലാലാക്കി തരണം, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണം. നമ്മളെ ഭാഷയിലാണ് പൊരുത്തപ്പെട്ട് തരിക. അറബികൾ പറഞ്ഞ വാക്കാണ് ഇജ്അൽനീ ഫീ ഹില്ലി യാ അബാ മഅ്ശർ. അബൂ മഅ്ശറെ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ശിഷ്യനോടാണ് പറഞ്ഞത്. അപ്പം ചോദിച്ചു, ഞാൻ എന്ത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണം? ഞങ്ങൾ ഇന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഹദീസ് പറയാണ്, ഞാൻ ഒരു ദിവസം ഒരു ഹദീസ് പറഞ്ഞു. പറഞ്ഞപ്പോൾ നിങ്ങിലേക്ക് നോക്കി. പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഹദീസായിരുന്നു. അത് കാരണം നിങ്ങൾക്കുള്ള തലയും കയ്യും ഞാനിത് പറയുമ്പോൾ അനക്കിയിരുന്നു. ആ ഹദീസ് നല്ല രസം മൂത്തിട്ട് വല്ലാത്ത സന്തോഷം വന്നപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്തു? തലയും ആട്ടി കയ്യും ആട്ടി. ഇത് രണ്ടും ആട്ടിയപ്പോൾ അനക്കിയപ്പോൾ ഞാനത് കണ്ടിട്ടൊന്ന് പുഞ്ചിരിച്ചിരുന്നു. ആ പുഞ്ചിരി മനസ്സിലൊന്ന് ചിരിച്ചു. നിങ്ങളെ കളിയാക്കി ചിരിച്ചതല്ല, പക്ഷെ നിങ്ങളെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്, ആ സന്തോഷം കണ്ടിട്ട് കളിയാക്കി ചിരിക്കുന്ന മാതിരി ആ നിരക്കുള്ള അനക്കങ്ങൾ അനക്കിയത്. അപ്പം മഹാനായ ശിഷ്യൻ അബൂ മഅ്ശർ പറയാണ്, അന്ത ഫീ ഹില്ലിൻ യർഹമുക്കല്ലാഹ് യാ അബാ അബ്ദില്ലാഹ്. കണ്ടോ, ചെറിയ വിഷയത്തിന് പോലും പൊരുത്തപ്പെടിക്കുന്ന സ്വഭാവം. മഹാനവർകള് ഇബാദത്തുകള് വളരെ കൂടിയവരാണ്. അവരുടെ സെക്രട്ടറി പറയാണ്, ഒരു ദിവസം ഞങ്ങളെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. തോട്ടത്തിൽ വെച്ചായിരുന്നു പരിപാടി. അവിടെ ളുഹ്ർ സമയമായപ്പോൾ ഇമാം ബുഖാരി ഇമാമായി നിന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാം ബുഖാരി സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, കമ്മീസ് കയറ്റി തുണിയുടെ അടിഭാഗം തുണി പൊന്തിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വല്ലതും ഉണ്ടോ നോക്ക്, എൻ്റെ കാലുമല് വല്ലതും കടിച്ചിട്ടുണ്ടോ നോക്ക്. അപ്പം നോക്കുമ്പോൾ ഒരു കടുന്നലുകളാണ്. ആ കടുന്നൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ 17 തവണ 17 സ്ഥലത്ത് കുത്തിയിട്ടുണ്ട്. എന്നിട്ട് അത് വീങ്ങിയിട്ടുമുണ്ട്, നീര് കെട്ടി വീർത്തിട്ടുണ്ട്. ആളുകൾ ചോദിച്ചു, ഇത്രയും വലിയ 17 സ്ഥലത്ത് കടി കിട്ടിയിട്ട് കടുന്നൽ കുത്തിയിട്ട് എന്തേ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കാതിരുന്നത്? ആ നിസ്കാരം ഒന്നിരിക്കൽ വേഗം നിസ്കരിച്ച് തീർക്കുക, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരമല്ലേ ഒഴിവാക്കിയൊന്നും വരാൻ പോകുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പം മഹാനവർകൾ പറഞ്ഞ മറുപടി, ഞാൻ ആ കടുന്നൽ കുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖുർആനിലെ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സൂറത്ത് ഓതാതെ എൻ്റെ ശരീരത്തിൻ്റെ ഹള്ളിന് വേണ്ടി ഞാൻ നിസ്കാരം മുറിക്കൽ എനിക്ക് വെറുപ്പായി. അതുകൊണ്ട് ഞാൻ ആ സൂറത്ത് ഓതി തീർത്ത് നിസ്കരിച്ചു. ഉണ്ടോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 2-3 ബദമാണ് ദിവസം കഴിക്കുക.
ഇനി വല്ല റൊട്ടികളോ അതുപോലെയുള്ള ധാന്യവർഗ്ഗങ്ങളോ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ വേറെ ഒരു കറിയോ കൂട്ടാനോ ഒന്നും കൂട്ടുമായിരുന്നില്ല. വിശപ്പടക്കാൻ ഒരു റൊട്ടി കടിച്ചങ്ങോട്ട് തിന്നും, അതന്നെ ഭക്ഷണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു സ്വഭാവത്തിലേക്ക് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓർമ്മശക്തി കുറയുന്നതും രോഗങ്ങൾ ധാരാളമായി വരുന്നതും. ഇമാം ബുഖാരി അങ്ങനെ തിന്നണം എന്നല്ല പറഞ്ഞു, പക്ഷെ അവരെ പോലെ ആവാൻ മറ്റുള്ളവർ കഴിയൂല, അത് വേറെ സത്യം. ഒരു ദിവസം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രോഗം വന്നു. ഇമാം ബുഖാരിയുടെ മൂത്രം പരിശോധനയ്ക്ക് വേണ്ടി ഡോക്ടർമാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇത് ഏതോ വലിയൊരു മഹാന്റെ മൂത്രമാണ്. നസ്രാണികളിൽ നിന്നുള്ള പുരോഹിതന്മാർ വെറും ഭക്ഷണം വിശപ്പിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന ഏതോ ഒരു വലിയ മഹാന്റെ മൂത്രമാണ്. അത് കാരണം തന്നെയാണ് ഈ രോഗം വന്നതും. കറിയൊന്നും കൂട്ടാതെ വെറും വിശപ്പിന് വെറും റൊട്ടി മാത്രം കടിച്ചിറക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും നട്സുകൾ വല്ലതും അത് മാത്രം കഴിക്കുന്നവർ, പലത് കൂട്ടി കഴിക്കാത്തവരാണ്. ഇമാം ബുഖാരി പറയാണ്, 40 കൊല്ലം, ആകെ 62 വയസ്സല്ലേ, അതിൽ 40 കൊല്ലമായിട്ട് ഞാൻ ഒരു കൂട്ടാനും കൂട്ടിയിട്ടില്ല, ഇദാമിനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതോടുകൂടെ ഇമാം ബുഖാരിയുടെ മശായിഖന്മാരും ശിഷ്യന്മാരും നിർബന്ധിച്ചു, രോഗം മാറണമെങ്കിൽ നിങ്ങൾ അല്പം മധുരം ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് അവർ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് ദിവസം മധുരത്തിൽ മുക്കിയും കൊണ്ട് റൊട്ടി കഴിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റമളാനിൽ ധാരാളമായി ഇബാദത്ത് ചെയ്യുന്നവരാണ്. റമളാൻ ഒന്നായാൽ തന്നെ ഇമാം ബുഖാരിയുടെ കാര്യമായ ശിഷ്യന്മാർ എല്ലാവരും, എത്രയാണ് ശിഷ്യന്മാർ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, ആ ശിഷ്യന്മാർ ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് ആദ്യത്തെ രാത്രി തന്നെ വരും. അങ്ങനെ ഇമാം ബുഖാരിയാണ്. ഓരോരോ റക്അത്തിലും 20 ആയത്ത് വീതമാണ് ഓതല്. തറാവീഹിലും വിത്റിലുമുള്ള നിസ്കാരങ്ങളിൽ ഓരോരോ ആയത്ത് റക്അത്തിലും 20 വീതം ആയത്തുകൾ ഓതും. അങ്ങനെ ഖുർആൻ ഖത്തം തീർക്കും. അതുപോലെ ഇമാം ബുഖാരി അത്തായ സമയത്ത് രാത്രി പകുതി ആയതിൻ്റെ ശേഷം ഖുർആനിൻ്റെ 10 ജുസുവിൻ്റെയും 15 ജുസുവിൻ്റെയും ഇടയിൽ ഓതും. 1/3 പകുതിൻ്റെയും ഇടയിലുള്ള 10 ജുസുവിൻ്റെയും 15 ജുസിൻ്റെയും ഇടയിൽ ഉള്ള ഓത്ത് ഓരോരോ ദിവസവും സഹറിൽ അത്തായ സമയത്ത് ഇമാം ബുഖാരി ഒറ്റയ്ക്ക് സ്കരിക്കുമ്പോൾ ഓതും. അങ്ങനെ എല്ലാ 3 ദിവസം കൂടുമ്പോഴും ഓരോരോ ഖത്ം ഓതൽ പതിവായിരുന്നു. റമളാനിൽ ഓരോരോ രാത്രിയിലുള്ള പാതിരാക്കുള്ള ഓത്തിൽ, നിസ്കാരത്തിലുള്ള ഓത്തല്ലാതെ, ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിലുള്ള ഓത്തല്ലാതെ 3 ദിവസം കൂടുമ്പം ഒരു ഖത്ം ഓതൽ പതിവാണ്. അതുപോലെ എല്ലാ ദിവസവും റമളാനിലെ പകലിൽ ഓരോരോ ഖത്ം ഓതുമായിരുന്നു. ആ ഖത്ം തീർക്കൽ എല്ലാ ദിവസവും ഇഫ്താറിൻ്റെ സമയത്താണ്. ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ ഖത്ം ദുആ ചെയ്യും. ഇമാം ബുഖാരിയുടെ സെക്രട്ടറി പറയാണ്, ഇമാം ബുഖാരിയും ഞാനും യാത്രയിലാകുമ്പോൾ എല്ലാ വിഷയത്തിലും ഇമാം ബുഖാരിയുടെ അതേ സ്ഥാനം എനിക്ക് നൽകും. കിടപ്പറയിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാത്തിലും കൂടെ തന്നെ, യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരു ഖാദിമായി എന്നെ കാണലില്ല. പക്ഷേ രാത്രി കിടന്നാൽ ഇമാം ബുഖാരി ഒരു രാത്രിയിൽ തന്നെ 15 തവണയോളം എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 15 മുതൽ 20 വരേക്കുമുള്ള സമയങ്ങളിൽ എഴുന്നേൽക്കും. ഈ എഴുന്നേറ്റ് സ്വന്തം കയ്യിലുള്ള ചെറിയൊരു വെളുക്കുണ്ട്,
ആ വിളക്ക് കത്തിച്ച് എന്നിട്ട് ഇമാം ബുഖാരി ഹദീസ് എഴുതി വെച്ച രേഖകളെടുത്ത് അത് നോക്കി അവിടെ അടയാളം വെക്കും. പിന്നെയും അല്പനേരം കിടക്കും, പിന്നെയും എഴുന്നേൽക്കും, അങ്ങനെ പിന്നെയും വിളക്ക് കത്തിച്ച് ഹദീസ് നോക്കും. ഇങ്ങനെയായിരുന്നു രാത്രികൾ കഴിയൽ. ഒരു ദിവസം സെക്രട്ടറി ചോദിക്കുകയാണ്, നിങ്ങൾക്കുള്ള ഈ ഖിദ്മത്തിനല്ലേ ഞാൻ നിങ്ങളൊപ്പം കൂടിയത്, അതുകൊണ്ട് ഈ വിളക്ക് കത്തിക്കാനും കിതാബ് അടയാളം വെക്കാനും എന്നെ വിളിച്ചൂടെ? അതിന് പറഞ്ഞ മറുപടി എന്താ? അന്ത ശാബുൻ ഫലാ ഉഹിബ്ബു അൻ ഉഫ്സിദ അലൈക നൗമക. നീ യുവാവാണ്, നിനക്ക് ഉറക്കിൻ്റെ ലദ്ദത്ത് കിട്ടുന്ന ആളാണ്, രസം കിട്ടുന്ന ആളാണ്, നീ ഉറങ്ങി ആസ്വദിക്കേണ്ട പ്രായമാണ്. നിന്റെ ഉറക്കിനെ നിന്റെ മേലിൽ ഫിത്നയാക്കലിനെ, ഫസാദാക്കലിനെ, അത് നശിപ്പിക്കലിനെ, അതിൻ്റെ സുഖം ഇല്ലാതെ ആക്കലിനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇമാം ബുഖാരി അവരുടെ കാലത്ത് ലോകപ്രസിദ്ധനാണ്, വളരെ അധികം പ്രാധാന്യമുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശിഷ്യന്മാരുടെ അടുക്കലെല്ലാം, അവരുടെ കാലക്കാരുടെ അടുക്കലെല്ലാം വളരെ പേരുള്ളവരായിരുന്നു. ഒരു ദിവസം ധാരാളം ചരിത്രങ്ങൾ കിതാബുകളിൽ നമുക്ക് ഒരു കൊല്ലം ക്ലാസ് എടുക്കാൻ ഇമാം ബുഖാരിയുടെ മദ്ഹുകളുണ്ട്. ഫത്വൽ ബാരി കുറേ പറഞ്ഞെന്താ, ഇത് തുടങ്ങിയാൽ ഒരു സ്ഥലത്ത് വെച്ച് അവസാനിപ്പിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിന്ന് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കിക്കോളി എന്നാ പറഞ്ഞത്. കുറേ പറഞ്ഞതിന് ശേഷം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദായ കുത്തൈബ എന്ന് പറയുന്ന മഹാൻ അവരുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. ആ കുത്തൈബയോട് ചോദ്യം, മസ്താൻ തലാക്ക് ചൊല്ലിയാൽ ആ തലാക്ക് സംഭവിക്കൂലേ? ആ ചോദ്യത്തിന് മറുപടിയായും കൊണ്ട് ആ ചോദ്യം നടന്നപ്പോഴാണ് ഇമാം ബുഖാരി കയറി ചെല്ലുന്നത്. ആ സമയത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദായ കുത്തൈബ റളിയല്ലാഹു അൻഹു ആ ചോദിച്ചവനോട് പറയാണ്, ഇമാം ബുഖാരി വന്നപ്പം, ഹാദാ അഹ്മദ് ഇബ്നു ഹംബൽ വ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി വ അലി ഇബ്നുൽ മദീനി ഖദ് സാഖഹുമുല്ലാഹു ഇലൈക് വ അശാറ ഇലൽ ബുഖാരി. ശൈഖിന്റെ പ്രയോഗമാണ്. ലോകത്ത് അറിയപ്പെട്ട വലിയ പ്രമുഖരായ താബിഉ താബിഈകളിൽപ്പെട്ട ഏറ്റവും വലിയ പ്രമുഖർ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, അലി ഇബ്നുൽ മദീനി. ഹദീസിന്റെ വിഷയത്തിൽ ഈ മൂന്ന് മഹത്തുക്കളെ മാറ്റി നിർത്തിയും കൊണ്ട് ഒരു ഹദീസ് പൂർത്തിയാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രയും വലിയ ഫുഖഹാക്കളിൽപ്പെട്ട മഹത്തുക്കള്, മുജ്തഹിദീങ്ങൾ 3 പേർ. ഇവരെ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്, ചോദിച്ചവരോട് പറയാണ്, ഇവിടെ അഹ്മദ് ബിൻ ഹംബലിനെയും ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയെയും അലി ഇബ്നുൽ മദീനെയും അല്ലാഹു തആലയുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ ആൾ ഇയാളാണ്, ഈ കാണുന്ന ആളാണ്, ഇമാം ബുഖാരിയാണ്. ഉസ്താദാ പറഞ്ഞത് ഈ 3 ആൾക്ക് തുല്യമായ ഒരാളാണ് ഇമാം ബുഖാരി. ബുഖാരി റളിയല്ലാഹു അൻഹു അതിനേക്കുള്ള വ്യക്തമായ മറുപടി അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മറന്നവൻ പറയുന്നത് അവിടെ ഹദീസ് ഓതിയിട്ട് മറുപടി പറഞ്ഞു കൊടുത്തത്. ഹദീസ് ഓതിയിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ റഫഅ അൻ ഉമ്മത്തി എന്ന പുതിയൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓർമ്മയില്ലാതെ മനസ്സറിയാതെ ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അതിനക്ക് ശിക്ഷ ഇല്ല, അതിനക്ക് അല്ലാഹു തആലയുടെ ഭാഗത്തിൽ നിന്ന് കുറ്റമില്ല, ആക്ഷേപമില്ല എന്ന ഹദീസുണ്ട്. ഹദീസിന്റെ വാക്ക് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഒന്നിന് മനസ്സറിയലോട് കൂടെ പറയുകയോ
അല്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുകയോ വേണം. ഇത് രണ്ടും കൂടി ഇല്ലാത്തത് കൊണ്ട്, 3 കാര്യത്തിൽ നിന്ന് 2 കാര്യം കൂടിയല്ലാത്തത് കൊണ്ട് ആ സക്രാൻ അവൻ്റെ ത്വലാഖ് സംഭവിക്കൂല. ഫിഖ്ഹിന്റെ കിതാബുകളിൽ വിശദീകരണങ്ങളുണ്ട്. ഇതൊരു സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെ മഹത്തുക്കളുടെ ഇടയിൽ അന്നത്തെ കാലത്ത് ഏതെല്ലാം വലിയവരുണ്ടോ അവർ മുഴുവനും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഫതുഹുൽ ബാരിയിൽ കാണാം ദിക്റു സനാഇൻ നാസി വതഅളീമുഹും ലഹു. ബഹുമാനപ്പെട്ട മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ഔലിയാക്കൾ, ഫുഖഹാവ്, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ ഇമാം ബുഖാരിയെ മദ്ഹ് ചെയ്ത് പറയുന്ന അധ്യായം എന്ന് പറയുന്ന വലിയൊരു അധ്യായമുണ്ട്. ധാരാളം സംഭവങ്ങൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാഷിബിന് ഇസ്മായിൽ എന്നവർ പറയാണ്, റഅയ്തു ഇസ്ഹാഖ ബിൻ റാഹവൈഹി ജാലിസൻ അലൽ മിമ്പർ വൽ ബുഖാരിയു ജാലിസും മഅഹു. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഇമാം ബുഖാരിയുടെ കാര്യമായ ഉസ്താദാണ്. ഉസ്താദ് പീഠത്തിൽ ഇരുന്നു കൊണ്ട് ഹദീസ് പറയുമ്പോൾ ഇമാം ബുഖാരി വലതുഭാഗത്തുണ്ട്. അങ്ങനെ ഒരു ഹദീസ് നടന്നുപോയി. അങ്കറഹു മുഹമ്മദുൻ. മുഹമ്മദ് എന്ന ബുഖാരിയുടെ പേരാണ്, ഇമാം ബുഖാരിയുടെ പേരാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ റളിയല്ലാഹു അൻഹുമാ ആ ഹദീസ് ഇൻകാർ ചെയ്തു. അതൊരു പറഞ്ഞത് റെഡി ആയിട്ടില്ല. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഇമാം ബുഖാരി പറയുന്നത് കേട്ടു, അംഗീകരിച്ചു. എന്നിട്ട് അവിടെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവർ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി പറഞ്ഞ ഒരു പ്രയോഗം, യാ മഅ്ശറ അസ്ഹാബിൽ ഹദീസ് ഉൻദുറൂ ഇലാ ഹാദാ ശാബി വക്തുബൂ അൻഹു. നിങ്ങൾ ഈ യുവാവിലേക്ക് നോക്കിക്കോളി, അദ്ദേഹത്തെ തൊട്ട് നിങ്ങൾ ഹദീസുകൾ എഴുതിയെടുത്തോളി. فإنه لو كان في زمن الحسن بن أبي الحسن البصري, ഹസൻ ബസരിയുടെ കാലത്താണ് ഇവർ ജീവിച്ചിരുന്നത് എങ്കിൽ ലഹ്താജ ഇലൈഹി ലിമഅരിഫതിഹി ബിൽ ഹദീസ് വഫഹ്മു ഫിഖ്ഹിഹി, ഹദീസിനെ അറിയലിനിക്കും ആ ഹദീസിൻ്റെ ആശയങ്ങൾ അതിൽ നിന്ന് ഫിഖ്ഹിൻ്റെ കാര്യങ്ങൾ പുറപ്പെടുവിക്കലിനിക്കും ഹസൻ ബസരി ഈ മനുഷ്യനിലേക്ക് ആവശ്യമാകും, ഈ യുവാവിലേക്ക് ആവശ്യമാകും. ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് മുതഅല്ലിമീങ്ങളോട്, അവരോട് പഠിക്കാൻ വന്ന മഹാന്മാരായ ആളുകളോട്. ഇമാം ബുഖാരി ഓതുന്ന കാലാണ്. ഈ കുട്ടി ഹസൻ ബസരിയുടെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ അവരിലേക്ക് ആവശ്യമുണ്ടാകും. പലരും പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടാകുമായിരുന്നെങ്കിൽ അവർ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരാളാകുമായിരുന്നു.